RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നീണ്ട 60 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2026 വേൾഡ് കപ്പിൽ അവരുടെ ഈ ഒരു കാത്തിരിപ്പിന് വിരാമിടാൻ വേണ്ടിയിട്ട് തോമസ് തുഷേലിന്റെ അണ്ടറിൽ ഇംഗ്ലണ്ട് സ്ക്വാഡ് റെഡിയാണ് വേൾഡ് കപ്പിന്. 60 കൊല്ലം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്നും രണ്ടും കൊല്ലമല്ല, നമ്മളിപ്പോ 10-20 കൊല്ലം ട്രോഫി എടുക്കാണ്ടിരിക്കുമ്പോൾ ട്രോളുകൾ ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ 60 കൊല്ലം ആകെ ഒരു വേൾഡ് കപ്പാണ് അവര് 1966 വെസ്റ്റ് ജർമ്മനിയെ 4-2 പരാജയപ്പെടുത്തിയിട്ട് അന്നൊരു വേൾഡ് കപ്പ് നേടിയ ശേഷം ഇവര് സെമി ഫൈനലും ഫൈനലുകളും ഒക്കെ ഇവരുടെ എന്താ പറയാ അത്രയും മാത്രം ലക്കില്ലാത്ത നീണ്ട 60 വർഷങ്ങളുടെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ദൈവത്തിന്റെ കൈയും അതേപോലെ തന്നെ പെനാൾട്ടി ഷൂട്ടൗട്ടും അങ്ങനെയുള്ള എന്താ പറയാ അങ്ങനെയുള്ള നിർഭാഗ്യകരമായ ഒരു ഇതിലൂടെയൊക്കെയാണ് ഇംഗ്ലണ്ട് ടീമിന്റെ എന്താ പറയുക എപ്പോഴും ഈ പ്രതിഭകളുടെ ധാരാളിത്വത്തിൽ ഏത് സമയത്ത് സ്കോഡ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കും ഈ സീസണിൽ വേൾഡ് കപ്പ് അടിക്കാൻ പറ്റുന്ന സ്കോഡുമായിട്ടൊക്കെയാണ് വരിക. പക്ഷെ കളി തുടങ്ങിക്കഴിഞ്ഞാൽ സെമി ഫൈനലോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലൊക്കെയാണ് ഇവര് അവസാനിക്കുക. അല്ലാതെ അതിന് മുകളിലേക്കൊന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ കളിയിൽ അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ സ്കോഡ് 2026 തോമസ് തുഷേൽ എന്ന് പറഞ്ഞ ജർമ്മൻകാരൻ ആ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോ ഇംഗ്ലണ്ട് ഫാൻസുകാരൊക്കെ ഒന്ന് നെട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇംഗ്ലണ്ടിലുള്ള ഫാൻസും ലോകത്തിൽ എല്ലാ വിവിധ ഭാഗങ്ങളിലുള്ള ഇംഗ്ലണ്ട് ഫാൻസും മലയാളികൾ അടക്കം നെട്ടിപ്പോയി എന്നുള്ളതാണ്. എന്താ പറഞ്ഞാൽ ഒരു പിടി താരങ്ങളെ ഒഴിവാക്കിയിട്ട് പരിചയസമ്പന്നതയും പുതുമുഖങ്ങളും ഒക്കെ നിറഞ്ഞ ഒരുപാട് പുതിയ താരങ്ങളൊക്കെ ആയി ഉൾക്കൊള്ളിച്ച ഒരു സ്കോഡാണ്. കാരണം ഇംഗ്ലണ്ടിൽ അത്രമാത്രം ഉണ്ട് പ്ലേയേഴ്സ്, 2 ടീം ഉണ്ടാക്കണം. ഇപ്പൊ ആ ഒഴിവാക്കിയവരെ വെച്ച് മാത്രം ഒരു സ്റ്റാർട്ടിംഗ് 11 തയ്യാറാക്കാനുള്ള ഒരു ടീമുണ്ട്. നിങ്ങൾ ഈ ഒരു സ്ക്വാഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും മികച്ച ഒരു ടീമായിട്ടാണ് ഈ പ്രാവശ്യം വരുന്നത്. അപ്പോ തുഷാല് ഇതിന് ചിലപ്പോ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടാണ്, ജർമ്മനിയിൽ നിന്നൊരു കോച്ച് വന്നിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ആ പണിയിൽ ഇങ്ങനെ കുറെ പ്ലേയേഴ്സിനെയൊക്കെ ആരിനൊക്കെ അതും അലക്സാണ്ടർ, റയൽ മാഡ്രിഡിൽ നിന്ന് അലക്സാണ്ടർ, ചെൽസിയിൽ നിന്ന് കോൾ പാർമർ, അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ഫോർഡിന്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ഹാരി മഗ്വയർ, ഇതേപോലുള്ള പ്രമുഖ താരങ്ങളെ ഒഴിവാക്കിയിട്ടാണ് സ്ക്വാഡ് പ്രഖ്യാപിച്ചത്. അപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ചങ്ങായി പറഞ്ഞൊരു മറുപടി എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ പേര് കൊണ്ട് പ്രശസ്തിയുള്ള പ്ലേയേഴ്സിനല്ല വേണ്ടത്, എനിക്ക് ഒരേ ടൈമിൽ വിവിധ ഭാഗങ്ങളിൽ കളിക്കാൻ പറ്റുന്നു, അതേപോലെ തന്നെ എന്താ പറയാ അങ്ങനെ ഇപ്പൊ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനാണ് ഒരു ടീമായിട്ട് കളിക്കാനാണ് ട്രോഫികൾ നേടാൻ പറ്റുള്ളൂ, അല്ലാതെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൊന്നും കാര്യമില്ല എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ കോൾ പാർമറിന്റെ കാര്യം എടുത്ത് നോക്കിയാലും അത്ര നല്ല ഒരു പെർഫോമൻസ് അല്ല ചെൽസിയിൽ നടത്തിയത്. അതേപോലെ തന്നെ ഫോർഡിന്റെ കാര്യം ചെൽസിയിൽ നോക്കി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ അലക്സാണ്ടർ റയൽ മാഡ്രിഡിൽ വന്നപ്പോൾ ഒരു ഡൗൺഫോൾ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് റയൽ മാഡ്രിഡിനും ഉണ്ട്, അത് കൂടെ തന്നെ ഈ ചങ്ങായിക്കും ബാധിച്ചിട്ടുള്ള കാര്യം. പക്ഷേ ഹാരി മഗ്വയറിനെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇപ്രാവശ്യം മൈക്കൽ കാരിക്കിന്റെ കീഴിൽ കിട്ടിലെ മിന്നും ഫോമിലാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ 2018 റഷ്യയിലെ അവര് സെമി ഫൈനലിൽ എത്തിയെന്നുള്ളതാണ്. അതിനുശേഷം കഴിഞ്ഞ വർഷം നടന്ന യൂറോയിൽ അവർ ഫൈനലിൽ സ്പെയിനോട് പരാജയപ്പെട്ടിട്ടാണ് അവർ പുറത്താവുന്നത്. ഇത്ര ഇമ്പാക്റ്റുകൾ, അതും ടീം സ്ക്വാഡും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ 2 ടീമിനെയും കൊണ്ടായിരിക്കും ഇംഗ്ലണ്ട് വേൾഡ് കപ്പിന് വരിക. പക്ഷേ കളി ഏകദേശം ക്വാർട്ടർ ഫൈനലോട് കൂടി അവസാനിക്കുന്നുള്ള ഇതിലാണ്. എന്താ പറഞ്ഞാൽ പ്രതിഭാതാലടുത്ത് ഓവർ ആയി കഴിഞ്ഞാലും പണി, അമൃതം വിഷം എന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവരുടെ ഒരു സ്ക്വാഡിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരേ പൊസിഷനിൽ കളിക്കാവുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ അതിനൊക്കെ തുഷയില് ഓപ്പോസിറ്റ് ആയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ തീരുമാനം വിജയിക്കുകയാണെങ്കിൽ ആള് വെന്നിക്കൊടി പാറിക്കും നീണ്ട 60 വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ ഫസ്റ്റ് റൗണ്ടോ സെക്കൻഡ് റൗണ്ടോ 32-ലേക്കാണ് എന്താണ് ഇംഗ്ലണ്ടിന്റെ പുറത്ത് വെക്കുന്നത് പറഞ്ഞാൽ കോൺട്രാക്ട് ഇനി കൂടുതലൊന്നും ഉണ്ടാവില്ല, എഴുതിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടാക്കും. അതിൽ യാതൊരു സംശയമില്ല. എന്താന്ന് പറഞ്ഞാൽ ചങ്ങായ ഒരു ജർമ്മൻകാരനാണ്. ഇംഗ്ലണ്ടുകാർക്ക് അത്രമാത്രം അത് വേദനിപ്പിക്കുന്ന കാര്യം സംശയമൊന്നുമില്ല. പിന്നെ തുഷയിൽ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. എന്താന്ന് പറഞ്ഞാല് ഈ പേരും പ്രശസ്തി മാത്രം ഉണ്ടായിട്ട് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ള ടൈമിലൊന്നും ഫോമിലില്ലെങ്കിൽ, ഇപ്പൊ പാൾമറിനെയും ഫോർഡിനെയൊക്കെ ഇപ്പൊ അടുത്ത ഫ്രണ്ട്ലി മാച്ചുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അതൊക്കെ നോക്കുന്നത്. എന്താ പറയുക, റീസെന്റ് എന്താണ് അവരുടെ പൊട്ടൻഷ്യൽ, അവരെന്താണ് ടീമിന് വേണ്ടി കൊടുക്കാൻ പറ്റുക, രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ടാണ് ആ ഒരു ടീമിനെ വിലയിരുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ നല്ലൊരു തീരുമാനമാവുന്നതാണ്. പക്ഷെ അവസാനം ഇംഗ്ലണ്ടിന്റെ ഫ്രണ്ട്ലി മാച്ച് നോക്കണ്ട. ഇപ്പൊ എല്ലാവരും ഫ്രാൻസിന്റെ ആയിക്കോട്ടെ, നെതർലാൻഡിന്റെയും അർജന്റീനയുടെയും ബ്രസീലിന്റെയും കഴിഞ്ഞു. അപ്പൊ ഇതിലൊന്നും വിലയിരുത്താനായിട്ടില്ല ഉള്ള കാര്യമാണ്. വേൾഡ് കപ്പ് ആദ്യ റൗണ്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം തീരുമാനം അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പോക്ക്. നമുക്ക് അപ്പോ ഇവരുടെ സ്ക്വാഡിലേക്ക് ആദ്യമായിട്ടൊന്ന് പോവാം. സ്ക്വാഡിലേക്ക് നോക്കിയാൽ നമുക്ക് ആദ്യമായിട്ട് ഗോൾ കീപ്പർ ആ ഒരു ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്നാം ഗോൾ കീപ്പറായിട്ട് എവേർട്ടന്റെ ജോർഡൻ പിക്ഫോർഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ യാതൊരു സംശയമില്ല. ആള് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് അവസാനം മിന്നും ഫോമിലൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതും, അതേപോലെ ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. രണ്ടാം ഗോൾ കീപ്പറായിട്ടുള്ള ഹെൻഡേഴ്സൺ ആണ്. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെക്കൻഡ് ഗോൾ കീപ്പറായ യുവതാരം ജെയിംസ് ട്രാഫോർഡും കളിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് 3 ഗോൾ കീപ്പർമാരായിട്ട് വരുന്നത്.
ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ഡാൻ ബേണും അതേപോലെ തന്നെ റീസ് ജെയിംസും ജോൺ സ്റ്റോണീസും മാർക്ക് ഗുഹി മാഞ്ചസ്റ്റർ സിറ്റിയുടെ തന്നെ നിക്കോ ഓറല്ലി ഇവരൊക്കെ ആയിരിക്കും മിക്കവാറും ഡിഫൻസിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലാണ്. ഡിഫൻസിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിഡ്ഫീൽഡിൽ നോക്കി കഴിഞ്ഞാൽ മിഡ്ഫീൽഡിലാണ് ഒരു ധാരാളിത്തം പറയുന്നത്. മിഡ്ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ മൈനോ ഉണ്ട്, അതേപോലെ എസെ ഉണ്ട്, അതേപോലെ തന്നെ ജോർഡൻ ആൻഡേഴ്സൺ ഉണ്ട്, അതേപോലെ തന്നെ ബെല്ലിഹാം, ആൻഡേഴ്സൺ, ഡിക്ലൻ റൈസ്. പിന്നെന്താ വേണ്ടത്? ഇത്രയും മികച്ചൊരു മിഡ്ഫീൽഡ് ഉള്ളപ്പോൾ പിന്നെ ഇതിൽ ആരെയാണ് കുത്തിക്കയറ്റുക എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. അപ്പോൾ തെരഞ്ഞെടുത്ത ഒരു സ്ക്വാഡും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിക്ക് തന്നെയാണെന്നുള്ള കാര്യങ്ങളാണ്. അതേപോലെ അറ്റാക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ വാക്കിങ്സ് ഉണ്ട്, ആസ്റ്റൺ വില്ലയുടെ, അതേപോലെ ടോണി സൗദിയിൽ നിന്ന് ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ആള് ടീമിലെത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ മദൂക്കി ഉണ്ട്, റാഷ്ഫോർഡ് ബാഴ്സലോണയിൽ നിന്ന് ഇപ്പോൾ അവസാന സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ആള് എന്താണ് ലോണിലേക്കാണ് ബാഴ്സലോണയിൽ പോയിട്ട് മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റാഷ്ഫോർഡ് ഉണ്ട്, അതേപോലെ ജോർഡാൻ ആള് ഇപ്പോൾ ബാഴ്സലോണയിൽ പുതിയ കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ ആള് കഴിഞ്ഞ സീസണിൽ വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ട്, 6 ഗോളും 4 ഗോളും 2 അസിസ്റ്റ് എന്തൊക്കെയേ ഉള്ളൂ. അതേപോലെ തന്നെ ക്യാപ്റ്റനായിട്ട് ഹാരി കെയ്നും സാക്കയും കൂടിയിട്ട് ചേരുമ്പോൾ പിന്നെ പറയണോ, അവിടെ ഒരു മിഡ്ഫീൽഡും ഇവിടെ ഒരു അറ്റാക്കിങ്ങും ഇതന്നെയാണ് അവരുടെ ഏറ്റവും എന്താ പറയാ ടോപ്പ് എന്ന് തന്നെ പറയാൻ പറ്റും. അമ്മാതിരി ആയിരിക്കും ആ ഒരു സ്ക്വാഡ്. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ഇപ്പോ ഒരേ പൊസിഷനിൽ കളിക്കാവുന്ന ഒരുപാട് ടീം, അതേപോലെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് എടുക്കാനുള്ള പ്രഗത്ഭരായ അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു കോച്ചിന്റെ അണ്ടറിൽ ഇങ്ങനൊരു ടീം സെലക്ഷൻ വരാൻ കാരണം. അപ്പോൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ക്രൊയേഷ്യയും ഗാനയും പനാമയും അടങ്ങുന്ന ഗ്രൂപ്പ് എല്ലിലാണ് ഇംഗ്ലണ്ട് മത്സരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കട്ടിയുണ്ട്. എന്താ പറഞ്ഞാൽ ക്രൊയേഷ്യയും ഗാനയും കുറച്ച് കടുകട്ടിയാന്നുള്ള കാര്യത്തിൽ തമ്മിലില്ല, പക്ഷേ പഴയ പ്രതാപത്തിലല്ല ക്രൊയേഷ്യ ഉള്ള കാര്യം ആലോചിക്കണം. അപ്പോൾ ഈ ഗാനയെയും ക്രൊയേഷ്യയും പനാമയും മറികടന്ന് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് അടുത്ത റൗണ്ടിൽ പോവുകയാണെങ്കിലും ഇവർക്ക് ക്വാർട്ടർ ഫൈനലൊക്കെ വരുമ്പോൾ എന്തായാലും കടുകട്ടിയാണ്. ഒന്നില്ലെങ്കിൽ അർജന്റീന, അല്ലെങ്കിൽ പോർച്ചുഗൽ, അല്ലെങ്കിൽ ബ്രസീൽ പ്രീ ക്വാർട്ടറിലൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ ആയിരിക്കും ഇംഗ്ലണ്ട് ഈ വേൾഡ് കപ്പിൽ അടുത്ത റൗണ്ടിലേക്ക് പോവുക. അടുത്ത റൗണ്ടിൽ വമ്പന്മാർ കാത്തിരിക്കുന്നുള്ള കാര്യങ്ങൾ സംശയം, പക്ഷേ എല്ലാ വമ്പന്മാരെയും വെട്ടി മാറ്റിക്കൊണ്ട് ഈ വേൾഡ് കപ്പ് സ്വന്തമാക്കും തന്നെയാണ് തുഷേലിന് അവകാശപ്പെടുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതിനു മുമ്പ് ഡേവിഡ് ബെക്കാമും വെയിൻ റൂണിയൊക്കെ അരങ്ങുവാണ് തിമിർത്ത് കളിച്ച സമയത്ത് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാട് ഫാൻസുകാരുണ്ടായിട്ടുള്ള കാര്യം. എന്താണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നടത്തുന്ന ഒരു രാജ്യം ഇംഗ്ലണ്ട്. അപ്പോൾ അങ്ങനെ കുറെ ഫാൻസുകാർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിക്കോട്ടെ, ആഴ്സണൽ ആയിക്കോട്ടെ, ചെൽസിയുടെ ആയിക്കോട്ടെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആയിക്കോട്ടെ, ഒരുപാട് ആരാധകർ ഇംഗ്ലണ്ടിനെ പ്രണയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇംഗ്ലണ്ടിന്റെ 60 വർഷത്തെ കാത്തിരിപ്പിന് ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വിരാമിടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. വേൾഡ് കപ്പ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നാളെ മറ്റൊരു കാണുന്നവരെ ഗുഡ് ബൈ.